സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി, പിശാചിന്റെ പ്രേരണകൾക്ക് വഴങ്ങി, അവന്റെ ദേഹേച്ഛയ്ക്ക് അടിമപ്പെട്ടുകൊണ്ട് പലപ്പോഴും മനുഷ്യൻ തിന്മകളിലേക്ക് വഴുതി വീഴുന്നവനാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്നിട്ട് പറയുകയാ, വഖൈറുൽ ഖത്താഇന തവ്വാബൂൻ. അങ്ങനെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ട് തിന്മ ചെയ്തു പോകുന്ന മനുഷ്യർ, ആ തിന്മ ചെയ്തു പോകുന്ന മനുഷ്യരിൽ ഏറ്റവും നല്ലവരാരെന്നറിയുമോ? ആ തിന്മ ചെയ്യുന്നവരിൽ മഹത്വമുള്ളവരാരെന്നറിയുമോ? അങ്ങനെ തിന്മകളിൽ വഴുതി വീഴുന്നവരിൽ നിന്ന് റബ്ബിന്റെ തൃപ്തി നേടിയെടുക്കുന്നവരാരെന്നറിയുമോ? അത്തവ്വാബൂൻ. അവര് തൗബ ചെയ്യുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അഥവാ ഒരു തിന്മ വന്നു പോയി കഴിഞ്ഞാൽ, ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ, എന്റെ പ്രിയമുള്ള സഹോദര, നിന്റെ ജീവിതത്തിൽ ഒരു തിന്മ വരുമ്പോ, ഏതെങ്കിലും ഒരു രാത്രിയുടെ യാമങ്ങളിൽ പടച്ചവന്റെ മുമ്പിൽ നീ തിന്മ ചെയ്യുമ്പോ, ആ തിന്മ ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി നിനക്ക് തൗബ ചെയ്യാൻ കഴിയുമോ? ഉടനടി റബ്ബിലേക്ക് നിനക്കൊന്ന് ആത്മാർത്ഥമായിട്ട് ഖേദിച്ചു മടങ്ങുവാൻ കഴിയുമോ? എങ്കിൽ അല്ലാഹുവിന്റെ തൃപ്തി നിനക്ക് നേടിയെടുക്കാമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അതാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, ഇന്നമത് തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന അസ്സൂഅ ബിജഹാല ثم يتوبون من قريب فأولئك يتوب الله عليهم. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, ഇന്നമത് തൗബതു അലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് നിർബന്ധമായും അല്ലാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. പടച്ച തമ്പുരാന്റെ ബാധ്യതയാണത്ര. അല്ലാഹുവിനൊന്നും ബാധ്യതയില്ല. പടച്ച തമ്പുരാന് ആരോടും ഒരു ബാധ്യതയുമില്ല. പക്ഷേ അല്ലാഹ് പറയുകയാണ്, പടച്ചവന് ബാധ്യതയാണ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഉറപ്പ് നൽകിക്കൊണ്ടല്ല പറയുകയാണ്, ലില്ലദീന യഅമലൂന അസ്സൂഅ ബിജഹാല ثم يتوبون من قريب فأولئك يتوب الله عليهم. ഏതെങ്കിലും ഒരു മനുഷ്യൻ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അറിവില്ലാതെ അല്ലാഹുവിനെ ധിക്കരിച്ചൊരു പാപം ചെയ്തു കഴിഞ്ഞാൽ, ثم يتوبون من قريب, പിന്നീട് ഉടനടി അവൻ തൗബ ചെയ്തു കഴിഞ്ഞാൽ, ആ വന്നുപോയ പാപത്തിന് ആത്മാർത്ഥമായി ഖേദിച്ചുകൊണ്ട് ആത്മാർത്ഥമായ രീതിയിൽ റബ്ബിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങിക്കഴിഞ്ഞാൽ, ഫൗലായിക യതൂബുല്ലാഹു അലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തൗബ നൽകുമെന്ന്, പശ്ചാത്താപം സ്വീകരിക്കുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് തൗബ നൽകും, ചില ആളുകൾക്ക് അല്ലാഹു അവരുടെ പാപങ്ങൾ പുറത്തു നൽകും. ആരെന്നറിയുമോ? സുമ്മ യതൂബൂന മിൻ ഖരീബ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഏതെങ്കിലും ഒരു പാപം വന്നുപോയി കഴിഞ്ഞാൽ ഉടനടി അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുന്നവർക്ക് അല്ലാഹു പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് തൗബ ചെയ്യാൻ കഴിയണം, തൗബ ചെയ്യാൻ കഴിയണം. എന്നാൽ അല്ലാഹുവിന്റെ റസൂല് ഒരു വിഭാഗത്തെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഒരു വിഭാഗത്തെ കുറിച്ച് പറയുന്നുണ്ട്, അവർക്ക് അല്ലാഹു പുറത്തു നൽകില്ല, അവർക്ക് അല്ലാഹു പുറത്തു നൽകില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, കുല്ലു ഉമ്മതി മുആഫാ ഇല്ലൽ മുജാഹിരീൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, എന്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ അവർ തിന്മ ചെയ്തു കഴിഞ്ഞാൽ, ആ തിന്മ റബ്ബിനോട് പശ്ചാത്തപിച്ചു മടങ്ങിക്കഴിഞ്ഞാൽ, തിന്മ ചെയ്ത ഉടനടി അല്ലാഹുവിനോട് പശ്ചാത്താപം നടത്തി അല്ലാഹുവിനോട് ആ തിന്മ ഏറ്റുപറഞ്ഞുകൊണ്ട് തൗബ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. ഇല്ലൽ മുജാഹിരീൻ. പക്ഷേ മുജാഹിരീങ്ങൾ എന്നൊരു വിഭാഗത്തിന് അല്ലാഹു പുറത്തു കൊടുക്കില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്,
പാപങ്ങൾ പുറത്തു നൽകപ്പെടാത്ത മുജാഹിദീൻ എന്ന് പറയുന്ന ദൗർഭാഗ്യവാന്മാരായ ആളുകൾ ആരാണ് നബിയെ? അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, സഹാബ അവരാരെന്നറിയുമോ? ഇന്ന മിനൽ മുജാഹറതി അയ്യഅമല റജുലു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഒരു മനുഷ്യനതാ രാത്രിയിൽ ഒരു പാപം ചെയ്യുകയാ, ആരോരും അറിയാതെ, കുടുംബക്കാരറിയാതെ, കൂട്ടുകാരറിയാതെ, പൊന്നുമക്കൾ അറിയാതെ, ആരും അറിയാതെ രാത്രിയുടെ യാമത്തിൽ അവൻ രഹസ്യമായിട്ടൊരു പാപം ചെയ്യുകയാണ്. എന്നിട്ടോ ആരോരും ആ പാപം കണ്ടിട്ടില്ല, ആരും ആ പാപം കണ്ടിട്ടില്ല. പിന്നീട് നേരം വെളുക്കുമ്പോ അവനതാ അവന്റെ കൂട്ടുകാരന്റെ അടുക്കലേക്ക് കിടന്ന് ചെല്ലുകയാ. എന്നിട്ട് പറയുകയാണ്, അമിൽതുൽ ബാരിഹത കദാ വകദാ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആരോരും അറിയാതെ രഹസ്യമായി ചെയ്ത പാപത്തെ അഭിമാനത്തോടുകൂടി തന്റെ കൂട്ടുകാരനോട് പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഒരു മനുഷ്യൻ പാപം ചെയ്തു, ആ പാപം അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് മറച്ചു വെക്കുകയാ. രാത്രിയുടെ യാമത്തിൽ ആരോരും അറിയാതെ ചെയ്യുന്ന പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം കൊണ്ട് മറച്ചു വെക്കുകയാണ്. സത്താറുൽ ഉയൂബായ തമ്പുരാൻ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ കാരുണ്യമാണത്, അല്ലാഹുവിന്റെ കാരുണ്യമാണത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. രാത്രിയുടെ യാമങ്ങളിൽ ആരോരും അറിയാതെ രഹസ്യമായിട്ട് നാം ചെയ്തിട്ടുള്ള പാപങ്ങൾ എത്രയോ ഭീകരമായ പാപങ്ങളാണ്, എത്രയോ മ്ലേച്ഛമായ പാപങ്ങളാണ്. ആ പാപങ്ങളെങ്ങാനും റബ്ബ് മറച്ചു വെച്ചില്ലെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെച്ചില്ലെങ്കിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ നമുക്ക് കഴിയുമോ? അഭിമാനത്തോടു കൂടി നടക്കാൻ കഴിയുമോ? നാം ചെയ്ത പാപങ്ങൾ നമ്മുടെ മാതാപിതാക്കൾ അറിഞ്ഞാൽ, നമ്മുടെ പൊന്നു മക്കൾ അറിഞ്ഞാൽ, നമ്മുടെ കുടുംബക്കാരറിഞ്ഞാൽ, കൂട്ടുകാരറിഞ്ഞാൽ, പിന്നീട് അവരുടെ മുഖത്ത് നമുക്ക് നോക്കാൻ കഴിയുമോ? ഇല്ല, ഇല്ല. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അപാരമായ കാരുണ്യം കൊണ്ട് നമ്മുടെ തിന്മകൾ, നമ്മുടെ ന്യൂനതകൾ, നമ്മുടെ കുറവുകൾ അല്ലാഹു മറച്ചു വെക്കുകയാണ്. അല്ലാഹു മറച്ചു വെക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആരാണ് മുജാഹിർ എന്നറിയുമോ? അങ്ങനെ റബ്ബിന്റെ കാരുണ്യം കൊണ്ട് അവൻ രാത്രിയിൽ ചെയ്ത പാപത്തെ അല്ലാഹു മറച്ചു വെച്ചു. പക്ഷേ പിറ്റേന്ന് പ്രഭാതമാകുമ്പോ തന്റെ കൂട്ടുകാരന്റെ അടുക്കൽ കിടന്നു ചെന്നുകൊണ്ട്, ഇന്നലെ രാത്രിയിൽ ഞാനിത് ചെയ്തടാ, ഇന്നലെ രാത്രിയിൽ എത്രയോ സുന്ദരമായൊരു കാര്യം ഞാൻ ചെയ്തു, എത്രയോ അഭിമാനത്തോടുകൂടി രാത്രിയുടെ യാമങ്ങളിൽ ചെയ്ത പാപങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ പരസ്യപ്പെടുത്തുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ പാപങ്ങൾ മറച്ചു വെച്ചു. രഹസ്യമായിട്ട് അവൻ ചെയ്ത പാപങ്ങൾ, ജീവിതത്തിന്റെ ഇന്നലകളിൽ അവൻ ചെയ്ത പാപങ്ങൾ, ആ പാപങ്ങൾ റബ്ബിന്റെ കാരുണ്യം കൊണ്ട് അവൻ മറച്ചു വെച്ചു. പക്ഷേ അത് അഭിമാനത്തോടുകൂടി തന്റെ കൂട്ടുകാരന്റെ മുമ്പിൽ, പരസ്യമായി മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഇന്ന പാപങ്ങൾ ചെയ്തു എന്ന് അഭിമാനത്തോടുകൂടി പറയുന്നവൻ, തന്റെ പാപത്തെ പരസ്യപ്പെടുത്തുന്നവൻ, അവനക്ക് അല്ലാഹു പുറത്തു കൊടുക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തിന്മകൾ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അത് മറച്ചു വെക്കാൻ നമുക്ക് കഴിയണം. അത് മറ്റുള്ളവരോട് പരസ്യപ്പെടുത്താൻ പാടില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ പോയിട്ട് ഞാൻ ഇന്ന പാപം ചെയ്തു എന്ന് പറയാൻ പാടില്ല. അത് നാമും നമ്മുടെ റബ്ബും തമ്മിലുള്ള രഹസ്യമാണ്. അത് മറ്റുള്ളവരോട് പറയാൻ പാടില്ല. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ടല്ലോ, മറ്റൊരാളുടെ പാപത്തെ നിങ്ങൾ പരസ്യപ്പെടുത്താൻ പാടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് അസ്ലം ഗോത്രത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്ന് തന്റെ വ്യഭിചാരത്തെ കുറിച്ച് പറയുകയാണ്. പലപ്പോഴും പ്രവാചകൻ മടക്കി അയക്കാൻ ശ്രമിച്ചു, പക്ഷേ പോകുന്നില്ല. യാ റസൂലല്ലാഹ്, ഞാൻ ചെയ്ത തിന്മയ്ക്ക് എന്നിൽ ശിക്ഷ നടപ്പാക്കണം നബിയേ, എന്നെ ശുദ്ധീകരിക്കണം നബിയേ, അങ്ങ് ശിക്ഷ നൽകിക്കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണം യാ റസൂലല്ലാഹ്.
എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ജീവിതത്തിൽ വന്ന വ്യഭിചാരം എന്ന് പറയുന്ന തിന്മയുടെ ശിക്ഷ മേടിക്കാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് അസ്ലം ഗോത്രത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ മദീനയിലെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ ശിക്ഷ നടപ്പാക്കുകയാണ്. ആ ചെറുപ്പക്കാരനെ എറിഞ്ഞു കൊല്ലാൻ വിധിക്കുകയാണ്. അങ്ങനെ ആ മനുഷ്യനതാ ശിക്ഷ നടപ്പാക്കപ്പെട്ടു, ഹദ് നടപ്പാക്കപ്പെട്ടു. അവസാനം അതെല്ലാം കഴിഞ്ഞിട്ടുള്ള റസൂൽ തന്റെ അനുയായികളോട് സഹാബത്തിനോട് പറയുന്നുണ്ട്, സഹാബാ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെ നിന്ന് പറയുകയാ, വ്യഭിചാരം എന്ന് പറയുന്ന മ്ലേച്ഛമായ അതിഭയാനകമായ ഭീകരമായ ഗുരുതരമായ തിന്മയിൽ നിന്ന് സഹാബത്തെ നിങ്ങൾ വിട്ടു നിൽക്കണം, സഹാബത്തെ നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കണം, അതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം സഹാബാ. ഇനി എങ്ങാനും അങ്ങനെ ഒരു തിന്മ സംഭവിച്ചു പോയാൽ, എങ്ങാനും നിങ്ങളുടെ ജീവിതത്തിൽ വ്യഭിചാരം എന്ന് പറയുന്ന തിന്മ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയി കഴിഞ്ഞാൽ അത് നിങ്ങൾ മറ്റുള്ളവരോട് പരസ്യപ്പെടുത്തരുത്, അത് നിങ്ങൾ മറ്റുള്ളവരോട് പറയരുത്, അത് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പരസ്യമാക്കരുത്. അത് റബ്ബിന്റെ മുമ്പിൽ പറഞ്ഞു പതച്ചവനോട് തൗബ ചെയ്ത് അല്ലാഹുമായിട്ട് തൗബ ചെയ്തിട്ട് നിങ്ങളുടെ പാപങ്ങൾ പൊറുപ്പിക്കണേ. അത് മറ്റുള്ളവരോട് നിങ്ങൾ പറയരുത് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഒരു തിന്മ വന്നുപോയാൽ, ഒരു തിന്മ വന്നുപോയി കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ മുമ്പിൽ പരസ്യപ്പെടുത്താൻ പാടില്ല, അത് മറ്റുള്ളവരോട് പരസ്യപ്പെടുത്താൻ പാടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇനി മറ്റൊരാൾക്ക് സംഭവിക്കുന്ന പാപമോ, ഇനി വേറൊരാൾക്ക്, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഒരു തിന്മ വന്നുപോയി, അത് നമ്മൾ അറിഞ്ഞു. നമ്മുടെയൊക്കെ സ്വഭാവം മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു നടക്കലാൻ, മറ്റുള്ളവരോട് പറഞ്ഞവന്റെ അഭിമാനത്തെ പിച്ചു ചീന്തലാൻ. അങ്ങനെ പാടില്ല. മറ്റുള്ളവരോട് ഒരു മനുഷ്യന്റെ പാപങ്ങൾ പറഞ്ഞു നടക്കാൻ പാടില്ല. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, ഒരു മനുഷ്യൻ പാപം ചെയ്തു, ആ പാപത്തിൽ നിന്ന് അവൻ തൗബ ചെയ്യുകയും ചെയ്തു. പക്ഷേ ഈ പാപത്തെ കുറിച്ച് അറിഞ്ഞ മനുഷ്യന്, പാപത്തെ കുറിച്ച് അറിഞ്ഞ മനുഷ്യന് അവനെ ആക്ഷേപിക്കുകയാണ്, ആ തിന്മയുടെ പേര് അവനെ ആക്ഷേപിക്കുകയാണ്. അങ്ങനെ ആക്ഷേപിക്കുന്നവനക്ക് വരാനിരിക്കുന്ന വിപത്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഏതൊരു തിന്മ ചെയ്തതിന്റെ പേരിലാണോ മറ്റൊരുത്തനെ ആക്ഷേപിച്ചത്, മരിക്കുന്നതിന് മുമ്പ് ആ തിന്മ ചെയ്തിട്ടല്ലാതവൻ മരിക്കില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹ്